തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒളിവിലിരുന്ന് മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥിയാണ് കോഴിക്കോട്ടെ ഫ്രഷ് കട്ട് വിരുദ്ധ സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ. താമരശ്ശേരി പഞ്ചായത്തിലെ കരിങ്ങമണ്ണ വാർഡിൽ 225 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബാബു കുടുക്കിൽ വിജയിച്ചത്. കോടതി ജനുവരി 5 വരെ ബാബു കുടുക്കിലിന്റെ അറസ്റ്റ് തടഞ്ഞതോടെ നിയുക്ത മെമ്പർ ഇപ്പോൾ വിജയിപ്പിച്ചവർക്കും പിന്തുണച്ചവർക്കും നന്ദി പറയാനുള്ള ഓട്ടത്തിലാണ്. താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായതോടെയാണ് സമരനായകനായ ബാബു കുടുക്കിൽ ഒളിവിൽ പോയത്. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടും അധികൃതരുടെ കണ്ണ് വെട്ടിച്ച് നാമനിർദ്ദേശ പത്രിക നൽകി മുങ്ങി. ബാബുവിനായി നാട്ടുകാർ വോട്ട് ചോദിച്ചു. ഫലം വന്നപ്പോൾ 225 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. ഇപ്പോൾ ജാമ്യം കിട്ടിയതോടെ നാട്ടിലെത്തിയ ബാബു നാട് മുഴുവൻ ഓട്ടത്തിലാണ്. ലീഗ് നേതാക്കളെ കണ്ടും നാട്ടുകാർക്ക് നന്ദി പറഞ്ഞുമാണ് യാത്ര. ഒക്ടോബർ 21 ഫ്രഷ് കട്ട് സംഘർഷത്തിനിടെ പ്ലാന്റിൽ അതിക്രമിച്ചു കയറി തൊഴിലാളികളെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. തനിക്കെതിരെയുള്ള കേസുകൾ പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടി തുടരുമെന്നും ബാബു കുടുക്കിൽ പറഞ്ഞു. 5-ാം തീയതി കോടതി ഇപ്പോൾ നോട്ട് അറസ്റ്റ് തന്ന് അതിനുശേഷം കോടതി എന്താണോ പറയുന്നത്, കോടതി പറയുന്നതനുസരിച്ചുകൊണ്ട് നിയമ നടപടിക്ക് സ്വീകരിക്കാനാണ് തീരുമാനിച്ചത്. 8ഓളം കേസുകൾ ഇപ്പോൾ ഫ്രഷ് കട്ട് കൊടുത്തത് ഞാൻ അവിടെ നേരിട്ട് പങ്കെടുക്കാത്ത കേസുകളാണ്. ഗൂഢാലോചനയാണ് എൻ്റെ പേരിലിട്ട കേസുകൾ. അപ്പോൾ കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ഫ്രഷ് കട്ട് മാലിന്യ പ്ലാന്റിനെതിരെ സമരം ചെയ്തവരെ വേട്ടയാടുന്ന പോലീസ് ഭീകരത അവസാനിപ്പിക്കണമെന്നും ജനകീയ പ്രതിഷേധത്തിൽ നുഴഞ്ഞുകയറി അക്രമം അഴിച്ചുവിട്ട യഥാർത്ഥ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സമരസമിതി ചെയർമാൻ പറയുന്നു. വരും നാളുകളിൽ സമരക്കാർക്കൊപ്പം നിലകൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കോഴിക്കോട്.